ഡിജിറ്റൽ ലോകത്ത് വീണ്ടും ചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റഗ്രാമിൽ 10 കോടിയിലധികം ഫോളോവേഴ്സുള്ള ലോകത്തെ ആദ്യ രാഷ്ട്രീയ നേതാവായി നരേന്ദ്രമോദി മാറി. രണ്ടാം സ്ഥാനത്തുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് മോദിയുടെ ഡിജിറ്റൽ സാന്നിധ്യം. 4.4 കോടി ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് മാത്രമാണ് ട്രംപിനുള്ളത്. വിവരങ്ങളുമായി അശ്വതി കെ വാതുക്കൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അശ്വതി, അതായത് മറ്റ് ലോക നേതാക്കളെ പോലും അമ്പരപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു വളർച്ചയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പല കാര്യങ്ങളിലും അദ്ദേഹം നടത്തുന്ന ഇത്തരം പല തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം തന്നെ മറ്റ് ലോക നേതാക്കൾ മാതൃകയാക്കാൻ പോലും ആഗ്രഹിക്കുന്നതാണ്. എന്തായാലും ഇത് വലിയൊരു നേട്ടം തന്നെയാണല്ലേ? രാഖി, എനിക്കും രാഖിക്കും ഈ ഭാരതീയർക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാൻ ആവുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. കാരണം നോക്കൂ, ലോക നേതാക്കളെ പോലും നിഷ്പ്രഭരാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാമിലെ പവർ ഷോയാണ് നമ്മൾ കാണുന്നത്. കാരണം 103 മില്യൺ ഫോളോവേഴ്സ്. രാഖി, അതൊരു ചെറിയ സംഖ്യയല്ല കേട്ടോ. 10 കോടിയിലധികം ആളുകൾ പിന്തുടരുന്ന ഒരു ആഗോള നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കൂ, നമുക്കറിയാം സൂപ്പർ പവർ ലീഡേഴ്സ് ആയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെറും 44 മില്യൺ ഫോളോവേഴ്സ് ആണുള്ളത്. ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡി സെൽവ, പ്രബോധോ, ഒപ്പം അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെയൊക്കെ പരിശോധിച്ചാൽ അവരൊക്കെ ബഹുദൂരം പിന്നിലാണ് രാഖി. കാരണം അത്രത്തോളം ഫോളോവേഴ്സുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. കാരണം നമുക്കറിയാം, ഈ ആഗോള രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ ഡിജിറ്റൽ ബ്രാൻഡായി ഭാരതം മാറാനും കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്, നമുക്കറിയാം ഈ പൊതുവെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ പ്രസ് റിലീസുകൾ ഇടുന്നു, അല്ലെങ്കിൽ ബോറിംഗ് രാഷ്ട്രീയ പ്രസംഗങ്ങളാണ്. പക്ഷേ നമ്മുടെ ജെൻസി കിഡ്സിന് അതൊന്നും കാണാൻ താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം ഗംഭീര ഒരു ഡിജിറ്റൽ സ്ട്രാറ്റജിയുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു ബൂമർ ആംഗിൾ ക്യാമറയിൽ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, സെൽഫി വീഡിയോ ചിത്രീകരിക്കുന്നു, ഒപ്പം ലോക നേതാക്കളുമായ ഗെറ്റ് ടുഗദറുകൾ, ബിഹൈൻഡ് ദ സീൻസ്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഏറ്റെടുത്തൊരു തരംഗമാണല്ലോ ഈ മെലോഡി. അദ്ദേഹം ഒരു വ്ലോഗ് ടൈപ്പ് റീൽ, രാഖിക്ക് ഓർമ്മയുണ്ടോ? കാരണം അന്ന് അദ്ദേഹം ഇറ്റലിയിൽ പോയപ്പോൾ നമ്മുടെ മെലോണിയുമായി ചേർന്നുകൊണ്ടൊരു വ്ലോഗ് ടൈപ്പ് റീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൈ പ്രൊഡക്ഷൻ റീൽസ് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് കണ്ടന്റ്. അതാണ് എടുത്ത് പറയേണ്ടത്. കാരണം ഒരു അസാധ്യ ചാണക്യനായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്ട്രീറ്റ് ഫുഡ്സ് പോയി ട്രൈ ചെയ്യുന്നു, അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നു. അതുപോലെ ഈ ക്രിക്കറ്റേഴ്സ് ആയിക്കോട്ടെ, ഗെയിമേഴ്സ് ആയിക്കോട്ടെ, ഈ നമ്മുടെ ഓരോ മേഖലയിലും നേട്ടം കൈവരിച്ചവരുമായൊക്കെ അദ്ദേഹം എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ സംവദിക്കാറുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ, വീഡിയോകൾ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള വീഡിയോകൾ, ഫോട്ടോകൾ, അതെല്ലാം വളരെ മനോഹരമായ ക്യാപ്ഷനോട് കൂടി അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഇടാറുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും മുൻതൂക്കം നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അതെപ്പോഴും ചർച്ചയാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുടരാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നു എന്നാണ് രാഖി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 44 മില്യൺ ഫോളോവേഴ്സാണ് ട്രംപ്. നമുക്കറിയാലോ, ഈ സൂപ്പർ പവർ ലീഡർ എന്നാണ് ട്രംപിനെ നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഇരട്ടിയിലധികം ഫോളോവേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടെന്നതാണ് വസ്തുത. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടല്ലോ, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ നരേന്ദ്രമോദി പറയുകയാണ് താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. കാരണം ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ഒരുപാട് ആരാധകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടത് തന്നെയാണ്. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ, പാർട്ടിയൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം. കാരണം കൂറകൾക്കൊക്കെ ഒരു മിനിറ്റത്തേക്കൊന്ന് മാറി നിൽക്കാം, സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 103 മില്യൺ ഫോളോവേഴ്സുമായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് രാഖി. ശരി അശ്വതി, എന്തായാലും ഡിജിറ്റൽ വേൾഡിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ചരിത്രം കൂടി എഴുതി ചേർക്കപ്പെടുന്നു. അശ്വതി കെ വാതുക്കലാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.